നമുക്ക് കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ. എന്നാൽ ഈ കുട്ടി എവിടെ പോയെന്നാ? ആ അതിന് വല്ല കോളും വന്ന് കാണുന്നേ. നിങ്ങൾ പേടിക്കണ്ട, 2 മണിക്കൂർ തിരിച്ചു വന്നോളൂ. കോളോ? കോളെന്ന് പറയുമ്പോ കോള് ഇത് രാത്രി ഞാൻ കണ്ടായിരുന്നു. കോൾ ചെയ്യണത് പനിക്കോളല്ല, മറ്റേ കാമുകനെ കോൾ ചെയ്യണം. ചിലപ്പോ കാമുമാര് കാണും. അതെ, ഇപ്പത്തെ പെമ്പിള്ള ട്രെൻഡ് എങ്ങനെയാ? ഒരുത്തനെ പ്രേമിക്കും, വേറെ ഒരുത്തനെ കല്യാണം കഴിക്കും. ആ ഞങ്ങള് പാവപ്പെട്ട കാമുമാരെ അവസ്ഥ. നിനക്ക് ഇനിയും മതിയായില്ല അല്ലടാ? നിനക്ക് ഇനിയും മതിയായില്ല അല്ലേടാ? അതിനിടയ്ക്ക് വേണ്ട, ഇനി ഇതിനെ ചൊല്ലി ആരും ഇവിടെ വഴിക്കിടണ്ട. എന്ത് കാര്യമായിട്ട് ഞാൻ അവളെ നോക്കിയെന്നറിയോ? ആ എന്നോട് അവൾ ഈ ചതി ചെയ്തത്. ഓട്ടടാ, അവളല്ലേ അവിടെ കുഞ്ഞമ്മ. അതെങ്ങനെ ശരിയാവും? പ്രായം ഒരിക്കലും മാച്ച് ആവൂല. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, എന്റെ കയ്യിലുണ്ട്, ഞാൻ ശരിയാക്കി തരാന്ന്. കല്യാണം ആരൊക്കെ അടിക്കുന്ന കാര്യ പറയുന്നേ? എല്ലാം എന്റെ അളിയുടെ നല്ല മനസ്സിന്റെയാ. തന്നെ തിരിച്ചു വന്നോ? എന്താ പറ്റിയത്? നീ എവിടായിരുന്നു? അത് ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചു എന്നറിയോ? അത് അമ്മേ, എന്താന്നൊന്ന് പറയുമോളെ? അത് അച്ഛാ, അമ്മ എന്താ സംഭവിച്ചെന്ന് വെച്ചാ, ഞാൻ അമ്പലത്തിൽ തൊഴാൻ പോയതായിരുന്നു. അവിടെയാണെങ്കിൽ തിരക്കോട് തിരക്ക്. എങ്ങനെയോ രക്ഷപ്പെട്ട് ഓടി വന്നത് അമ്മ. ഞാൻ പറഞ്ഞില്ലേ 2 മണിക്കൂർ കഴിയുമ്പോ കൊച്ചു പ്ലക്കോന്ന് പറഞ്ഞു വരുമെന്ന്. ഇനി പകന്ന് പറഞ്ഞ് നിൽക്കാൻ സമയമില്ല, മുഹൂർത്തത്തിന് സമയമായി. സോറി അമ്മ. അച്ഛൻ ഞാൻ പോയി റെഡി ആയിട്ട് വരാം. അതെ, നിങ്ങൾ ഒന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളെ കുഞ്ഞമ്മനെ കൊണ്ട് കെട്ടിക്കാനുള്ള പരിപാടിയായിരുന്നു ഇവിടെ. ഓ എന്താടാ നിനക്ക്? വന്നു. ഓ എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ബിൽഡപ്പ്? കൊല്ലും, അവളെ പിടിച്ചങ്ങ് തിന്നും. ശോഭരാജ് ഇപ്പോൾ കെട്ടണ ഗതികേട് എനിക്ക് വന്നില്ലേ? ഇനി ഈ ലാസ്റ്റ് നിമിഷം ഞാൻ എന്ത് ചെയ്യാനാ? നീ ഒന്നും ചെയ്യണ്ട. എന്റെ കഴുത്തിൽ താലി കെട്ടിയാൽ മാത്രം മതി. നീയൊക്കെ കൂടെയാണ് അയാളെ അയച്ചതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇപ്പൊ എന്തായി? 5 ലക്ഷം പോവുകയും ചെയ്തു, കാര്യമായിട്ടും നടന്നതുമില്ല. ഡാ, നീ എന്ത് വിചാരിച്ചു? ഒരു ഗുണ്ടയെ കൊണ്ട് എന്നെ ഒതുക്കാന്നോ? ഇതേ പെണ്ണ് വേറെ. നിന്റെ ഈ ജന്മത്തിൽ നിനക്കൊരു പെണ്ണുണ്ടെങ്കിൽ അത് ഞാനാ. അതുകൊണ്ട് ഇതൊക്കെ ഏറ്റു പൊരുത്തപ്പെടുന്നതാ നിനക്ക് നല്ലത്, കേട്ടോ? അയ്യോ, മുഹൂർത്തത്തിന് സമയായി. ഞാൻ പോയി സുന്ദരമായിട്ട് വരട്ടെ ചേട്ടാ. പോട്ടെ ചേട്ടാ. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, അവിടുന്ന് എങ്ങനെ രക്ഷപ്പെട്ടെ?